കാസർഗോഡ് മഞ്ചേശ്വരം ഉദ്യാവർത്തോട്ട GMLP സ്കൂൾ ഒരു നൂറ്റാണ്ട് പിന്നിട്ടും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. 1927 സ്കൂൾ ആരംഭിച്ചത്. സ്കൂൾ തുറന്ന് 6 ദിനങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്ന 35 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഫിറ്റ്നസ് നൽകിയില്ല. അംഗീകാരം നൽകിയില്ലെങ്കിൽ സ്കൂൾ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് അധ്യാപകർ. സ്വാതന്ത്ര്യത്തിന് മുൻപ് കന്നഡ മീഡിയത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്കൂൾ ഒരു നൂറ്റാണ്ടാകാറാകുമ്പോഴും ദുർബലമായ വാടക കെട്ടിടത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകൾ ഈ സ്കൂളിനെ ഗൗനിച്ചതേയില്ല. 1927 ജനുവരി 1 കാസർഗോഡ് മഞ്ചേശ്വരം പഞ്ചായത്തിലെ ഉദ്യാവർത്തോട്ട GMLP സ്കൂൾ ആരംഭിച്ചത്. മഞ്ചേശ്വരം 1000 ജമാഅത്തിന് കീഴിലുള്ള ഷെയ്ഖ് സുൽത്താൻ ചെറിയ പള്ളിയുടെ ഉടമസ്ഥതയിലാണ് സ്കൂൾ കെട്ടിടവും സ്ഥലവും. വഖഫ് ഉടമസ്ഥതയിലായതിനാൽ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പരിമിതിയുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഓടുമേഞ്ഞ ഹാൾ മാതൃകയിലുള്ള കെട്ടിടം പലക വച്ച് തിരിച്ച് 4 ക്ലാസ് മുറികളാണ് ഇവിടെയുള്ളത്. ഈ കെട്ടിടത്തിൽ തന്നെയാണ് ഒരു മുറി അങ്കണവാടിയും പ്രവർത്തിക്കുന്നത്. ശേഷമുള്ള 3 മുറികളിൽ ഒന്നിൽ സ്കൂൾ ഓഫീസും ഒരു ക്ലാസ് മുറിയും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒറ്റ ശൗചാലയം മാത്രം, അതും തൊട്ടടുത്തുള്ള മദ്രസയുടേത്. സ്ഥാപനങ്ങളിലേക്ക് വെള്ളമെടുക്കാൻ തൊട്ടടുത്ത വീടുകളിൽ പോകണം. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് ഓടുമേഞ്ഞ് നിന്ന് തിരിയാൻ പോലുമില്ലാത്ത അടുക്കള. സ്കൂളിലേക്കും അങ്കണവാടിയിലേക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് തന്നെ. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് പോലും സർക്കാർ സഹായം ലഭ്യമാകാത്ത സാഹചര്യമാണ്. 3.5 പതിറ്റാണ്ട് പഴക്കമുള്ള അപകടാവസ്ഥയിലായ കെട്ടിടത്തിലാണ് സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ വർഷം സ്കൂൾ പ്രവർത്തിക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുമില്ല. 100 വർഷം പഴക്കമുള്ള സ്കൂളാണ്. സ്കൂൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാകുന്നുണ്ട്. ഫിറ്റ്നസിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ നൽകിയപ്പോൾ പോലും അവർക്കും തരാനുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് കാണുമ്പോൾ ആർക്കും അങ്ങനെ തോന്നിപ്പോകുന്നു എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് അതിനുള്ള മുന്നോട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പായാലും ഞങ്ങളോട് കൈകോർത്തുകൊണ്ട് ഈ സ്കൂളിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സഹായ സഹകരണം ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കാം. കന്നഡ മീഡിയത്തിൽ 1 മുതൽ 4 വരെ 20 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. അങ്കണവാടിയിലും 10ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിർധന കുടുംബങ്ങളിലെയും അതിഥി തൊഴിലാളികളുടെയും മക്കളാണ് പഠിക്കുന്നവരിലേറെയും. സ്കൂൾ വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നത് പോലും അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിലുള്ളപ്പോഴാണ് ഈ സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളും വികസനവും ഇല്ലാതെ ഈ വിദ്യാർത്ഥികളും അധ്യാപകരും ബുദ്ധിമുട്ടുന്നത്. നിയമമനുസരിച്ചുള്ള യാതൊരു പശ്ചാത്തല സൗകര്യങ്ങളും സ്കൂളിൽ ഇല്ല എന്നത് ഗൗരവതരമാണ്. എന്നാൽ താൽക്കാലിക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി തൊട്ടടുത്ത മദ്രസയിലേക്ക് സ്കൂൾ മാറ്റി അധ്യയനം തുടരാനുള്ള നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നില്ല എന്നാണ് അധ്യാപകരുടെ ആക്ഷേപം. കന്നഡ മീഡിയയിലുള്ള കാസർഗോഡ് ഉദ്യാവർത്തോട്ട GMLP സ്കൂളിന് 100 വർഷത്തെ പഴക്കമുണ്ട്. ഈ വർഷം അധ്യയനം ആരംഭിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും സ്കൂളിന്റെ സുരക്ഷാ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിന്റെ ആശങ്കയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി ഇടപെടണം. കാസർഗോഡ് ഉദ്യാവർത്തോട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഭിഷേക് സുരേഷിനൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.